വയനാട്ടിൽ ഈ രാത്രിയിലും ഓപ്പറേഷൻ കടുവയാണ്. നരഭോജി കടുവയെ രാത്രിയും തിരഞ്ഞ ദൗത്യസംഘം. കടുവയുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ തന്നെ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഈ തെരച്ചിൽ. ഇന്നലെ കല്ലൂർ കുന്നിൽ പശുവിനെ വേട്ടയാടിയ സ്ഥലത്താണ് പരിശോധന. എം കമൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ഈ പശുവിന്റെ ജഡം ഉപയോഗിച്ച് അത് ഇരയാക്കി വെച്ചൊരു പുതിയൊരു കൂടൊക്കെ സ്ഥാപിച്ചിരുന്നു. കടുവയെ കുടുക്കാൻ കഴിയും എന്നാണ് ദൗത്യസംഘത്തിന്റെ ഒരു വിലയിരുത്തൽ? ആര്യ, ആ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നലെ പശുവിനെ വേട്ടയാടിയ ആ തൊഴുത്തിന്റെ പരിസരത്ത് കടുവ 2 തവണ എത്തി. ആട്ടിൻകൂടിൽ നിന്ന് ആടിനെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒച്ചത്തിൽ ആടുകൾ ബഹളം വെച്ചു. അപ്പോഴേക്ക് വീട്ടിൽ ലൈറ്റിട്ടു. അങ്ങനെ കടുവ പിന്മാറി. അതിനടുത്ത് തന്നെയാണ് ഈ പശുവിന്റെ ജഡം ഇരയാക്കി കൂട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് ആളുകളെയൊക്കെ മാറ്റി ദൗത്യസംഘം ഉന്നത ഉദ്യോഗസ്ഥരടക്കം അതിന് പരിസരത്ത് കാവൽ നിൽക്കുന്നുണ്ട്. പ്രദേശമാകെ നിശബ്ദമാക്കി കടുവയെ വീണ്ടും ഈ കൂട്ടിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇനി കടുവ കൂട്ടിൽ കയറിയില്ലെങ്കിൽ രാത്രിയാണെങ്കിലും മയക്കുവെടി വെക്കാൻ ഉള്ള തയ്യാറെടുപ്പും വനം വകുപ്പ് നടത്തിയിട്ടുണ്ട്. ഇന്നലെ ഈ പശുവിനെ വേട്ടയാടിയ ശേഷം കടുവ ജനവാസ മേഖലയിൽ നിന്ന് തിരികെ പോയിട്ടില്ല. ഇതിനോട് ചേർന്ന ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ പലയിടത്തും ഇന്ന് ആളുകൾ കടുവയെ നേരിൽ കണ്ടു. വനം വകുപ്പ് തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഒത്തുവന്നില്ല. വൈകുന്നേരത്തോടെ കടുവയെ വീണ്ടും ഇന്നലെ ആക്രമണമുണ്ടായ ആ സ്ഥലത്തിന്റെ പരിസരത്തേക്ക് പടക്കം പൊട്ടിച്ചും മറ്റും എത്തിക്കുകയായിരുന്നു. ഇപ്പോഴും ആ പരിസരത്ത് തന്നെ കടുവയുണ്ട് എന്ന ഉറപ്പിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. എന്തായാലും പ്രദേശത്ത് ദൗത്യസംഘം കാവൽ നിൽക്കുകയാണ്. കൂട്ടിൽ കയറിയില്ലെങ്കിൽ മയക്കുവെടി വെക്കാൻ കഴിയുമോ എന്ന സാധ്യതയാണ് പരിശോധിക്കുന്നത്. ശരി കമൽ.